Good morning, all. Today we are discuss about the topic organization models. There are five types of organization models such as hierarchical organization, flatter organization, flattages, and holocratic organization. First, we are discuss about hierarchical organization. ഓർഗനൈസേഷൻ മോഡലിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു കോമൺ വേയിൽ ഒരു ബിസിനസ് ഓർഗനൈസ് ചെയ്യുന്ന ഏറ്റവും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡൽ, ഒരു സ്ട്രക്ചറാണ് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. A hierarchical organization structure is a common way to organize a business. It creates a vertical structure where every person within the organization except one is a subordinate to another single individual or entity. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രകാരം ഈ വെർട്ടിക്കലായിരിക്കും ഇവിടുത്തെ ഓർഗനൈസേഷൻ്റെ ഘടന ഉണ്ടായിരിക്കും. വേർട്ടിക്കൽ ഷേപ്പിലായിരിക്കും, മുകളിൽ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ താഴ്ന്ന് മുകളിലോട്ട് എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഇവിടെ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ എൻറ്റിറ്റീൻ്റെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാളായിരിക്കും മെയിൻ ആയിട്ടുണ്ടായിരിക്കുക, ബാക്കി എല്ലാവരും അയാളുടെ കീഴിലോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ എൻറ്റിറ്റീൻ്റെ കീഴിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ ഒരു പിരമിഡ് ഷേപ്പിലായിരിക്കും. The person with the top rank appears at the top of the structure, which is often visualized as a pyramid with the direct reports then coming in descending order as the various കമ്പനി ടീംസ് ആർ ഇൻക്ലൂഡഡ്. ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിൽ ടോപ്പ് റാങ്ക് ഉള്ളവരായിരിക്കും മുകളിൽ ഈ ഒരു സ്ട്രക്ചറിൽ മുകളിലായിട്ട് കാണുന്നത്, ബാക്കിയൊക്കെ അവിടെ താഴെ ആയിരിക്കും. അപ്പോൾ ഒരു പിരമിഡ് ഷേപ്പിലായിരിക്കും ഇവിടുത്തെ ഇൻഫർമേഷൻസ്, ഇവിടെ കമാൻഡൊക്കെ പോകുന്നത്. അതുപോലെ ഇവിടെ റിപ്പോർട്ട്സൊക്കെ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും കമ്പനി ടീംസുമായിട്ട് മനസ്സിലാക്കുന്നത്, ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. ദ ചെയിൻ ഓഫ് കമാൻഡ് ഈസ് ടിപ്പിക്കൽ പിരമിഡ് ഷേപ്പ്. ഇവിടെ ചെയിൻ ഓഫ് കമാൻഡ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് ഒരു പിരമിഡ് ഷേപ്പിലായിരിക്കും ഓർഡർ കൊടുക്കുന്നത്. അതുപോലെ ട്രഡീഷണൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഡിഫൈൻസ് ഈച്ച് എംപ്ലോയീസ് റോൾസ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ഡിഫൈൻസ് ദി നേച്ചർ ഓഫ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് അതർ എംപ്ലോയീസ്. ട്രഡീഷണൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൽ ഓരോ എംപ്ലോയീസിൻ്റെ റോളും അതുപോലെ തന്നെ അവരുടെ നേച്ചർ ബാക്കിയുള്ള എംപ്ലോയീസുമായിട്ട് അവരുടെ എങ്ങനെയൊക്കെയാണ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക ആ നേച്ചറും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ട്രഡീഷണൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൽ. അതുപോലെ തന്നെ ട്രഡീഷണൽ ഹൈറാർക്കി സീനിയർ മാനേജേഴ്സ് മേക്ക് അപ്പ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് സ്ട്രാറ്റജി ആൻഡ് ഓവറോൾ ബിസിനസ് ഡയറക്ഷൻ. ഇവിടെ സീനിയർ മാനേജേഴ്സ് ആയിരിക്കും ട്രഡീഷണൽ ഹൈറാർക്കിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരായിരിക്കും സ്ട്രാറ്റജീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതുപോലെ ബിസിനസ്സിൻ്റെ ഓവറോൾ ഡയറക്ഷനൊക്കെ തീരുമാനിക്കുന്ന അതിനുള്ള ഉത്തരവാദിത്തം മുഴുവൻ സീനിയർ മാനേജേഴ്സിനായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷനിൽ പറയുന്നതാണെങ്കിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു വേർട്ടിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. ഇവിടെ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ബാക്കി ഒരു എൻറ്റിറ്റീൻ്റെ അല്ലെങ്കിൽ സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ പിരമിഡ് ഷേപ്പിലായിരിക്കും ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത്. അതായത് ഒരാളാണ് ഏറ്റവും ടോപ്പിലുണ്ടായിരിക്കുക, ബാക്കിയൊക്കെ അയാളുടെ കീഴിലായിരിക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നത്. അതായത് ഫസ്റ്റത്തെ ആളുടെ കീഴിൽ 2 ആൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ കീഴിൽ 3 ആൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ കീഴിൽ 6 ആൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെയും കീഴിൽ ബാക്കിയുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഫോം എന്ന് പറയുകയാണെങ്കിൽ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ക്ലിയർലി ഡിഫൈൻഡ്. ഈ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൽ അതോറിറ്റി, അധികാരവും അതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റിയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്ലിയർലി ഡിഫൈൻഡ് പ്രൊമോഷൻ പാത്ത്. ഇവിടെ പ്രൊമോഷനെ വഴി ആ പാത്ത് എങ്ങനെയാണ് അതും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എങ്ങനെയാണ് പ്രൊമോഷൻ പാത്ത് കാര്യങ്ങൾ എന്നുള്ളത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ എൻകറേജസ് ദി ഇഫക്റ്റീവ് യൂസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ്. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും ഈ ഹൈറാർക്കിക്കൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലിസ്റ്റ് മാനേജിൻ്റെ എഫക്റ്റീവ് യൂസിന് വേണ്ടിയിട്ട് അവരുടെ എഫക്റ്റീവ് യൂസിന് വേണ്ടിയിട്ട് എൻകറേജ് നടത്തുന്നുണ്ട് ഈ ഒരു സ്ട്രക്ചറിൽ.
നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എംപ്ലോയീസ് ആർ വെരി ലോയൽ ടു ദെയർ ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് ദി ഓർഗനൈസേഷൻ. ഇവിടെ എംപ്ലോയീസ് എന്ന് പറയാൻ വളരെ ട്രസ്റ്റോടു കൂടി, വളരെ വിശ്വാസത്തോടു കൂടിയായിരിക്കും അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഓൾ ദി എംപ്ലോയീസ് നോ എക്സാക്ട്ലി വാട്ട് പൊസിഷൻ ദേ ആർ ഇൻ ആൻഡ് ഓൾസോ നോ വാട്ട് ജോബ് ദേ ഹാവ് ടു ഡു. അതായത് എല്ലാ എംപ്ലോയീസിനും മനസ്സിലാക്കാൻ പറ്റും അവരുടെ പൊസിഷൻ ഈ ഒരു ഓർഗനൈസേഷനിൽ എന്താണ്, അവരെന്ത് പൊസിഷനിലാണ് നിൽക്കുന്നത്, അതുപോലെ ഇവരുടെ ജോബ്, ഇവർ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ക്രിയേറ്റ്സ് ക്ലിയർ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ക്ലിയർ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ലൈൻസ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ പിരമിഡ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ ലൈൻ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. First one, poor communication. Communication across various sections can be poor, especially horizontal communication. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഹോറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ പൂർ ആയിരിക്കും. കാരണം അവർ ഡയറക്റ്റ് പിരമിഡ് ഷേപ്പിലായതുകൊണ്ട് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഹോറിസോണ്ടലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. അതൊരു ഡീമെറിറ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഓർഗനൈസേഷൻ ക്യാൻ ബി ബ്യൂറോക്രാറ്റിക് ആൻഡ് റെസ്പോണ്ട് സ്ലോലി ടു ചേഞ്ചിങ് കസ്റ്റമർ നീഡ്സ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രാറ്റിക് ആണ്. അവർ ഈ കസ്റ്റമർ നീഡ്സും അതുപോലെ മാർക്കറ്റിൻ്റെ ഒക്കെ ചേഞ്ചസിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുക, അതിന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് കുറവായിരിക്കും. അവരുടെ ഒരു അധികാരത്തിലായിരിക്കും ഈ ഒരു ഓർഗനൈസേഷൻ പോകുന്നത്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ അവരുടെ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയാൻ ഇൻഫ്ലെക്സിബിൾ. ഓർഗനൈസേഷൻ ഇൻഫ്ലെക്സിബിൾ ആണ് എന്ന് വെച്ചാൽ ചേഞ്ചസ് ഒന്നും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് സ്ലോവർ ആണ്. ഈ ഒരു ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷനിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ടോപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഡിസിഷൻസ് ടോപ്പ് മാനേജ്മെൻറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് മെല്ലെ എടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസസ് ആൻഡ് ഓർഗനൈസേഷൻ എബിലിറ്റി ടു അഡാപ്റ്റ് ടു ഡൈനാമിക് ബിസിനസ് കണ്ടീഷൻ. അതായത് നമ്മുടെ ബിസിനസ് കണ്ടീഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നാളെ വരുന്ന ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ അഡാപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് കുറവാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ, ഈ ഒരു ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. നെക്സ്റ്റ് ടൈപ്പാണ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ. ഫ്ലാറ്റ് ഓർഗനൈസേഷൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ മോഡലാണ്. ഈ ഒരു ഓർഗനൈസേഷൻ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സ്പാൻ ഓഫ് കൺട്രോൾ വൈഡ് ആയിരിക്കും. അതുപോലെ ദർ വിൽ ബി ഫ്യൂവർ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ലെവലും കുറവായിരിക്കും. അതായത് ഇവിടെ മാനേജേഴ്സ് എന്ന് പറയാൻ മാനേജേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. ഇങ്ങനെ ഈ മാനേജേഴ്സിൻ്റെ എണ്ണം കുറവുള്ള ഒരു ഓർഗനൈസേഷനാണ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പേര് കേൾക്കുന്ന പോലെ തന്നെ ഫ്ലാറ്റ് ആയിരിക്കും, മാനേജേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. എ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ഹാസ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിത്ത് ഫ്യൂ ഓർ നോ ലെവൽസ് ഓഫ് മിഡിൽ മാനേജ്മെൻറ്റ് ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വളരെ കുറവായിരിക്കും മിഡിൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ മിഡിൽ മാനേജ്മെൻറ്റ് ഉണ്ടാവുകയില്ല. ഒരു സ്റ്റാഫും എക്സിക്യൂട്ടീവും തമ്മിൽ ഒരു ഇടയിലുള്ള ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഹോറിസോണ്ടൽ ഓർഗനൈസേഷൻ എന്നും ഈ ഒരു ഓർഗനൈസേഷൻ ടൈപ്പിന് വിളിക്കുന്നുണ്ട്. ഈ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദി ചെയിൻ ഓഫ് കമാൻഡ് എബവ് 1 ഈസ് സ്മോൾ. ഇവരുടെ ചെയിൻ ഓഫ് കമാൻഡിലെ പീപ്പിളിൻ്റെ എണ്ണം എന്ന് പറയുകയാണെങ്കിൽ ഒന്നാണ് അല്ലെങ്കിൽ കുറവായിരിക്കും, ഒന്നിൽ കുറവായിരിക്കും ഈ ഒരു ചെയിൻ ഓഫ് കമാൻഡിൻ്റെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി പറയുകയാണെങ്കിൽ എ മാനേജർ ഇൻ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ പൊസസ് മോർ റെസ്പോൺസിബിലിറ്റി ദാൻ എ മാനേജർ ഇൻ ടാൾ ഓർഗനൈസേഷൻ. ഈ ഒരു ഫ്ലാറ്റ് ഓർഗനൈസേഷനിലെ ടാൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് മോർ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും, കൂടുതൽ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ബിക്കോസ് ദർ ഇസ് എ ഗ്രേറ്റർ നമ്പർ ഓഫ് individuals immediately below them who depend upon direction, help and support. അതായത് ഇവിടെ എന്താണ്, കുറേ ആൾക്കാരുണ്ടായിരിക്കും ഒരാളുടെ കീഴിൽ. ഇവിടെ മിഡിൽ മാനേജ്മെൻറ്റ് കുറവായതുകൊണ്ട് തന്നെ ടോപ്പിൽ നിന്ന് താഴെയുള്ള ആൾക്കാർ കൂടുതലായിരിക്കും. അപ്പോൾ ഇവർ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവർ ഡയറക്ഷനും അതുപോലെ ഹെൽപ്പ് സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും മുകളിലുള്ള ആൾക്കാർക്ക്.
ഇനി ഈ ഒരു ഈ ഒരു മോഡലിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഈ ഒരു മോഡൽ എന്ന് പറയുകയാണെങ്കിൽ കോസ്റ്റ് വളരെ കുറവാണ്. ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ഇസ് ലെസ് കോസ്റ്റ്ലി ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി ഫ്യൂ മാനേജേഴ്സ്. ഇവിടെ എന്താണ്, ഫ്യൂ മാനേജേഴ്സ് മാത്രമേ ഉള്ളൂ, കുറച്ച് ആൾക്കാർ മാത്രമേ മാനേജേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് ഫ്യൂവർ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ഇവിടെ എന്താണ്, മാനേജ്മെൻറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ക്വിക്ക് ഡിസിഷൻസും ആക്ഷൻസും പെട്ടെന്ന് എടുക്കാൻ പറ്റും. പെട്ടെന്നാണ് തീരുമാനങ്ങളും ആക്ഷൻസൊക്കെ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. കാരണം മിഡിൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഫാസ്റ്റും ക്ലിയറും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. നെക്സ്റ്റ് സബോർഡിനേറ്റ്സ് ആർ ഫ്രീ ഫ്രം ക്ലോസ് ആൻഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ. അതായത് ഇവർക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ഇല്ല. കാരണം ഈ ഒരാളുടെ കീഴിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് തന്നെ ഒരുപാട് ആൾക്കാരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷനും കൺട്രോളൊന്നും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ റൂട്ടീൻ ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ആക്ടിവിറ്റീസ്. അതായത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്കും അതുപോലെ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻസ് മോഡലാണ് ഈ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിസഡ്വാൻറ്റേജസ്. ചാൻസസ് ഓഫ് ലൂസ് കൺട്രോൾ. അതായത് ഇവർ സ്ട്രിക്റ്റ് സൂപ്പർവിഷനും കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരുടെ മുകളിലുള്ള കൺട്രോൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു മെയിൻ ആയിട്ടുള്ള വരുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് ഡിസിപ്ലിൻ മേ ബി ബാഡ് ഡ്യൂ ടു ലൂസ് കൺട്രോൾ. ഇവിടെ എന്തുണ്ട്, ഡിസിപ്ലിൻ കുറവായിരിക്കും. കാരണം കൺട്രോൾ ഇല്ലല്ലോ, അവരുടെ മുകളിലുള്ള കൺട്രോൾ കുറവാണ്. അപ്പോൾ അവർ തന്നെ പൊതുവായിട്ടുള്ളൊരു ഡിസിപ്ലിൻ എന്തിട്ടുണ്ടാവില്ല, ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ക്ലോസ് ആൻഡ് ഇൻഫോർമൽ റിലേഷൻസ് മെ നോട്ട് പോസിബിൾ. ഇവിടെ ക്ലോസും അതുപോലെ ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും നടത്തില്ല. ഇവിടെ ഫോർമൽ റിലേഷൻസ് മാത്രമേ നടക്കുകയുള്ളൂ. നെക്സ്റ്റ് ദർ മേ ബി പ്രോബ്ലം ഓഫ് ടീം വർക്ക്. ഇവരൊരു ടീം വർക്കുള്ള പ്രോബ്ലം ഈ ഒരു ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ദർ ആർ മെനി സബോർഡിനേറ്റ്സ് അണ്ടർ വൺ മാനേജ്മെൻറ്റ്. ഒരാൾ തന്നെ ഒരു മാനേജറിൻ്റെ കീഴിൽ കുറേ സബോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ടീം വർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലം ഓഫ് കോർഡിനേഷൻ. അതായത് വേരിയസ് സബോർഡിനേറ്റ്സ് തമ്മിൽ പ്രോബ്ലം ഉണ്ടാവും. കോർഡിനേഷൻ അതായത് ഓരോ ആക്ടിവിറ്റീസിൻ്റെ കോർഡിനേഷനിലുള്ള പ്രോബ്ലംസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സബോർഡിനേറ്റ്സ്. പിന്നെ മെ നോട്ട് സ്യൂട്ടബിൾ ഫോർ കോംപ്ലക്സ് ആക്ടിവിറ്റീസ്. അതായത് സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ സ്യൂട്ടബിൾ അല്ല. പിന്നെ വരികയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് കുറവായിരിക്കും ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ മോഡലിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതുപോലെ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു പിരമിഡ് ഷേപ്പിലായിരിക്കും, വെർട്ടിക്കൽ ഫ്ലോയിലായിരിക്കും ഓർഗനൈസേഷൻ്റെ ചെയിൻ ഓഫ് കമാൻഡ് പോകുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെയും എൻറ്റിറ്റിയുടെയും കീഴിലായിരിക്കും ബാക്കി എല്ലാവരും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഫ്ലാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഒരാളുടെ കീഴിൽ ഇഷ്ടംപോലെ ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ മാനേജേഴ്സ് കുറവായിരിക്കും, കുറച്ച് മാനേജ്മെൻറ്റ് മതി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ വരുന്നത്. താങ്ക് യു ഓൾ.